എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എഡ്യൂട്ടൈൻമെൻറ്റ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ഇത്രയും കാലം കാത്തു നിന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ LSS പരീക്ഷയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 2026 26-ാം തീയതിയാണ് എന്ത് വരുന്നത്, എക്സാം വരുന്നത്. അപ്പോൾ എക്സാം വരുന്നതിന് ഫുൾ മാറ്റങ്ങളോടെയാണ് ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടുള്ളത്, വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഫുൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപിടി മാറിയിട്ടുണ്ട്. പേരുൾപ്പെടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പം നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൻ്റെ പേരെന്താക്കിയിട്ടുണ്ട്, CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇത്രയും കാലം നമ്മളെ എക്സാമിൻ്റെ പേര് LSS പരീക്ഷ എന്നുള്ളത് മാറ്റിയിട്ട് CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ എന്നാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ USS എക്സാമിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. CM കിഡ്സ് സ്കോളർഷിപ്പ് UP പരീക്ഷ എന്നാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കി മാറ്റങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നമ്മുടെ എക്സാമിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എക്സാമിൻ്റെ തീയതി വരുന്നത് 2026 ഫെബ്രുവരി 26-നാണ്. 26/2/2026 എക്സാം വരുന്നത്. 2 പേപ്പറായിട്ട് തന്നെ, സാധാരണത്തെ പോലെ 2 പേപ്പറുകളായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എക്സാം വരുന്നത്. മാറ്റമൊന്നുമില്ല, 2 പേപ്പറായിട്ട് തന്നെയാണ്. പേപ്പർ 1 രാവിലെ 10 മുതൽ 12 മണി വരെയാണ് പേപ്പർ 1 വരുന്നത്. പേപ്പർ 2 വരുന്നത് ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെയാണ് പേപ്പർ 2ൻ്റെയും സമയം വരുന്നത്. അതിലൊന്നും എന്തില്ല, യാതൊരുവിധ മാറ്റങ്ങളുമില്ല. അപ്പോൾ നമുക്ക് CM കിഡ്സ് സ്കോളർഷിപ്പിൻ്റെ പരീക്ഷയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട മാർഗ്ഗനിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് പരീക്ഷയിൽ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം എന്നീ വിഷയങ്ങളിൽ എന്ത് ലഭിച്ചിരിക്കണം, A ഗ്രേഡ് ലഭിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു വിഷയത്തിൽ B ഗ്രേഡ് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉപജില്ലാ ശാസ്ത്രോത്സവം, കലോത്സവം, പ്രവൃത്തി പരിചയ, സയൻസ് എല്ലാ മേളകളും, ഏത് മേളകളിലാണെങ്കിലും അതിൽ ഏതെങ്കിലും ഒന്നിൽ A ഗ്രേഡോ ഫസ്റ്റ് പ്രൈസോ അല്ലെങ്കിൽ B ഗ്രേഡോ ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാമിന് ഇരുത്താൻ പറ്റുന്നതാണ്. അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളാണെങ്കിൽ 2Aയും 2B ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് ഇരുത്താവുന്നതാണ്. അതുപോലെ ഇത് ആരാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ ഡൗട്ട് ഉണ്ടാകും അല്ലേ. ചില പേരൻസിനൊക്കെ ഡൗട്ട് ഉണ്ടാവും, ആരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യണോ അതോ എന്നൊക്കെ. അപ്പം ഇത് അതാത് സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാരാണ് ഓൺലൈൻ വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 30/12/2025 മുതൽ 15/1/2026 വരെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട തീയതി വരുന്നത്. ഓക്കെ, പരീക്ഷയുടെ സിലബസ് ആണ് അടുത്ത പ്രധാന സംഭവം. പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് ഈ ജനുവരി 31 വരെ എടുത്ത പാഠഭാഗങ്ങളായിരിക്കും പരീക്ഷയുടെ സിലബസ് ആയിട്ട് വരിക. അപ്പം നമുക്ക് ഇതുവരെ എടുത്തുള്ള 4 വിഷയങ്ങളുടെയും ജനുവരി 31 വരെ എടുത്തിട്ടുള്ള പാഠഭാഗങ്ങൾ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്ത്, അതിൻ്റെ സിലബസ് ആയിട്ട് വരും. അതിലുള്ള കാര്യങ്ങളായിരിക്കും എക്സാമിന് ഉണ്ടാവുക കേട്ടോ. ഇനിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുന്നത്, പരീക്ഷയുടെ ഘടന ആകെ മാറിയിട്ടുണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2 തന്നെയാണ്, പക്ഷേ പേപ്പർ 1 ആകെ മാറിയിട്ടുണ്ട്. നോക്കാം. ഇതിൽ ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമാശ്വാസ സമയവും പിന്നീടുള്ള 1.25 മണിക്കൂർ ഉത്തരം എഴുതുവാനുള്ള സമയവുമായിരിക്കും. അപ്പോൾ സാധാരണ പോലെ തന്നെയാണ്. പക്ഷേ ഇതിലുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഫസ്റ്റത്തെ പേപ്പറിൽ നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മുടെ മലയാളത്തിൽ 10 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻസ്, ഗണിതത്തിൽ 10 ക്വസ്റ്റ്യൻസ്, പരിസര പഠനത്തിൽ 10 ക്വസ്റ്റ്യൻസ്, പൊതുവിജ്ഞാനത്തിൽ 10 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 50 മാർക്കിനായിരിക്കും ഫസ്റ്റത്തെ പേപ്പർ ഉണ്ടാവുക. ഇതൊക്കെ 1 വേർഡുകളായിരിക്കും ഉണ്ടാവുക. ആൻസർ നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് ഇടാനായിരിക്കും എന്ത് ചെയ്യാം ഉണ്ടാവുക. നമുക്ക് ലാസ്റ്റ് മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കാം. അപ്പോൾ ആകെ 50 മാർക്കിനാണ് എന്ത് വരുന്നത്, ഫസ്റ്റത്തെ പേപ്പർ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ പേപ്പറിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ പേപ്പർ 1 നമ്മൾ പറഞ്ഞു 1 വേർഡുകളായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ പേപ്പർ 2 വിവരണാത്മക ചോദ്യങ്ങളായിരിക്കും, നമ്മൾ വിശദീകരിച്ച് എഴുതാനുള്ള ചോദ്യങ്ങളായിരിക്കും പേപ്പർ 2 ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും നോക്കാം. ആകെ 6 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ പോയിന്റ് നോക്കാം. ആകെ 6 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ചോദ്യത്തിനും 5 സ്കോർ വീതം, ആകെ 30 സ്കോറാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ പേപ്പർ 2 നമുക്ക് 30 സ്കോർ ആയിരിക്കും ഉണ്ടാവുക, പേപ്പർ 1 50 സ്കോർ, അങ്ങനെ ടോട്ടൽ 80 സ്കോർ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളുണ്ടാവുക നോക്കിയാലോ.
1 മുതൽ 2 വരെയുള്ള ചോദ്യങ്ങൾ ഒന്നാം ഭാഷയിൽ നിന്നുള്ളതും, അപ്പോൾ നമ്മുടെ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നുള്ളതിൽ ഒന്നാം ഭാഷയിൽ നിന്നുള്ളതും, 3-ാം ചോദ്യം ഇംഗ്ലീഷിലും, 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ഗണിതവും, 6-ാം ചോദ്യം പരിസര പഠനവുമായിരിക്കും. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഘടന വരുന്നത്. നമുക്ക് നോക്കാം. ഒന്നാം ഭാഷ മലയാളമാണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. അപ്പം ചോദ്യങ്ങളുടെ എണ്ണം 2 ചോദ്യം ഉണ്ടാവും. മലയാളത്തിൽ 10 മാർക്കിനായിരിക്കും വിശദീകരിച്ച് എഴുതാണ്ടാവുക. ഇംഗ്ലീഷിന് 1 ചോദ്യം, അങ്ങനെ 5 മാർക്ക് കിട്ടും. ഗണിതത്തിൽ 2 ചോദ്യങ്ങൾ ഉണ്ടാകും, അങ്ങനെ 10 മാർക്ക്, 5 5 10 മാർക്ക് കിട്ടും. പരിസര പഠനത്തിന് 5 മാർക്കാണ്. ടോട്ടൽ രണ്ടാമത്തെ പേപ്പറിൽ ടോട്ടൽ അങ്ങനെ നമുക്ക് കിട്ടാൻ പോകുന്നത് 30 മാർക്കാണ്. അപ്പോൾ ആദ്യത്തിൽ 50ഉം ഇതിൽ 30ഉം ടോട്ടൽ 80 മാർക്കായിരിക്കും നമുക്ക് എന്തുണ്ടാവാം, ഈ പരീക്ഷയ്ക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക്. അടുത്തതായിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള യോഗ്യത. അതായിരുന്നു ഏറ്റവും ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 48 മാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ. 80-ൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടുമായിരുന്നു, സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു. 60% അദ്ദേഹത്തിന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെ നോക്കില്ല. ഇനി മുതൽ കട്ട് ഓഫ് മാർക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇത്ര കുട്ടികൾക്ക് എന്ത് ചെയ്യുള്ളൂ, സ്കോളർഷിപ്പ് ടോട്ടൽ കിട്ടുള്ളൂ. കട്ട് ഓഫ് മാർക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നല്ലോണം എന്ത് ചെയ്യുക, കുട്ടികളൊക്കെ പഠിക്കുക. അപ്പോൾ കട്ട് ഓഫ് മാർക്കാകുമ്പോൾ ഈ 48 മാറും. ചിലപ്പോൾ 40-ൻ്റെ മേലെ പോകാം, ചില സമയങ്ങളിൽ 40-ൻ്റെ താഴെയും വരാനുള്ള എന്തുണ്ട്, സാധ്യതയുണ്ട്. പരീക്ഷയുടെ ടഫിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, നിൽക്കും കേട്ടോ. അതുപോലെ ഏതെങ്കിലും കുട്ടികൾക്കൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് റീവാലേഷന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. 100 രൂപയാണ് ഒരു എന്ത് വരുന്നത്, ഒരാൾക്ക് റീവാലേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ. പക്ഷേ റീവാലേഷന് കൊടുക്കേണ്ടെന്ന് ആവശ്യം വരില്ല, എല്ലാവർക്കും കിട്ടുമല്ലോ അല്ലേ. എല്ലാവരും നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, സുഖമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കൊരു മാതൃകാ ചോദ്യ പേപ്പർ നോക്കാം. നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളായിരിക്കും ഏകദേശം എന്തുണ്ടാവുക, നമുക്ക് LSSന് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുക, നമ്മുടെ CM കിട്ട് എക്സാമിന് വരാൻ പോകുന്നത്. നോക്കിയേ, ഇതിൽ കണ്ടോ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ആയിട്ട് ആദ്യം കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ടിക്ക് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായത് ഏതാണെന്ന് വെച്ചാൽ ശരി ഇടാനുള്ള ടിക്ക് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും എന്തുണ്ടാകും, ശരി ഉത്തരത്തിന് ടിക്ക് ഇടാനുള്ള 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ശരി ഉത്തരത്തിന് ടിക്ക് ഇടാനുള്ള എന്തുണ്ടാവും, ഒരു കളം എന്ത് ചെയ്തിട്ടുണ്ടാവും, കള്ളികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻസിനും എന്തുണ്ട്, ശരി ഉത്തരം എഴുതാനുള്ള കള്ളികൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, കൊടുത്തിട്ടുണ്ടാകും. അപ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, ഇനിയിപ്പോൾ അഥവാ ഇപ്പോൾ ഒരു കള്ളിയിൽ നമ്മൾ അറിയാതെ ശരി ഇട്ട് പോകരുത്. നമ്മൾ കറക്റ്റ് ഉത്തരം നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ശരി അടയാളപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഒന്നിൽ ശരിയിട്ടു അപ്പോൾ തെറ്റി, അപ്പോൾ അത് തെറ്റിട്ടു, പിന്നെ മറ്റേത് നമ്മൾ വീണ്ടും നോക്കിയിട്ട് മറ്റേതാണ് ശരി തോന്നി വീണ്ടും ശരിയിട്ട് കഴിഞ്ഞാൽ എന്താകും, ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തായി പോകും, ക്യാൻസലായി പോകും. അങ്ങനെ ഒരു ഇത് വരരുത്. ശരിക്കും ശ്രദ്ധിച്ച് നല്ലോണം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ശരിയിടാൻ പാടുള്ളൂ. ഓക്കെ. ഇംഗ്ലീഷിലെയും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇതിലൊക്കെ കണ്ടോ 4 കള്ളികളാണുള്ളത്. ഇതിലൊക്കെ 4 കള്ളികളാണുള്ളത്. കളങ്ങൾ ടിക്ക് ഇടാനാണുള്ളത് അല്ലേ. നമുക്ക് ആൻസർ എന്താണെന്ന് വെച്ചാൽ കളങ്ങളിൽ ടിക്ക് ഇടാൻ എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. ഇംഗ്ലീഷ് ഉണ്ട്, കഴിഞ്ഞിട്ട് നമുക്ക് മാത്സ്, ഗണിതം കണ്ടോ, ഗണിതത്തിലും ഒക്കെ എങ്ങനെയാണ് ടിക്ക് ഇടാനാണ് എന്തുള്ളത്, തന്നിട്ടുള്ളത്. ആ ഏതാണോ ഉത്തരം അതിന് കറക്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ശരി അടയാളപ്പെടുത്താനാണ് എല്ലാ ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്തിട്ടുള്ളത്. പരിസര പഠനം ആണെങ്കിലും എല്ലാതും എന്താണ്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 50 മാർക്കിന് എന്തായിരിക്കും, ഇതുപോലെ ടിക്ക് ഇടാനുള്ള ഓപ്ഷനുകളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല നോക്കി കണ്ട് എന്ത് ചെയ്യാം, നല്ലോണം ആൻസർ ഉറപ്പിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, ശരി അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ടിക്ക് അടയാളപ്പെടുത്തുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലപോലെ പഠിക്കുക. എല്ലാ കുട്ടികൾക്കും LSS കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരും പഠിക്കുക. ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് LSSുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള എളുപ്പവഴികളും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇനി അങ്ങോട്ട് നമുക്ക് നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഈ ചാനൽ എന്ത് ചെയ്യാം, കാണാം.